ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ചായ എങ്ങനെ ഉണ്ടാക്കുന്നത്. കറക്റ്റ് ചായ എന്ന് പറയും, മസാല ടീ എന്ന് പറയും. അപ്പോൾ നമ്മൾ വീട്ടിൽ പലർക്കും പല രീതിയിലുള്ള ചായ ആണ് എല്ലാവരും ആക്കുക. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചെയ്യുന്നത് 3 ടേബിൾ സ്പൂൺ പാല്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി എടുത്തിട്ട് അത് നല്ലോണം ചൂടാക്കുക. അത് ചൂടാക്കാൻ വെക്കുമ്പം അടികട്ടിയുള്ള പാത്രത്തിൽ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കളർ മാറുന്നവരെ ഒരു മഞ്ഞ കളർ, ഒരു മിൽക്കി കളറാകുന്ന വരെ. ഇതിപ്പോൾ വെള്ള കളറല്ല, അപ്പോൾ ഒരു പഞ്ചസാര എല്ലാം ആകുമ്പം ഒരു സെമി തിക്നെസ് വരും. ഒരു കുറച്ച് കട്ടിയിലായിട്ട് നമ്മളെ കണ്ടൻസ്ഡ് മിൽക്കിന് പകരം ഞാൻ ഇത് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതൊരു ടേബിൾ സ്പൂൺ ഇട്ടാലും മതി. അപ്പോൾ ഇത് ഞാൻ കുറുകി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആകുമ്പോഴേക്ക് കട്ടിയായിട്ട് വരും. ഇത് നല്ലോണം തിളച്ച് വരുമ്പോൾ നല്ല കട്ടിയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു വേറെ തന്നെ ടേസ്റ്റാണ് ചായ ഇങ്ങനെ ആക്കുമ്പം. അപ്പോൾ ഇത് ആദ്യം ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഏകദേശം കളർ മാറിയിട്ടുണ്ട്. ആദ്യം ഒഴിച്ച പോലെയല്ല, ഒരു മഞ്ഞ കളർ നല്ല ഒരു കട്ടിയിൽ കുറുകി വന്നാൽ ഇങ്ങനെ കിട്ടും. ആകെ ഒരു 3 ടേബിൾ സ്പൂണേ മാത്രമേ ഞാനിത് എടുക്കുന്നുള്ളൂ. എന്നിട്ട് പിന്നെ നമ്മൾ ചായക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ 1 കപ്പ് ആക്കുന്നതിന് 1/2 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് തിളക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അത്ര ഇഞ്ചി ചതച്ചതും, പിന്നെ പട്ട, ഏലക്കായും 1 ഗ്രാമ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ചതച്ചിട്ടാണ് ഇടേണ്ടത്, എന്നാൽ ഫ്ലേവറും വേഗം കീയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വെള്ളത്തിൽ തന്നെ ചേർക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ നമ്മൾ ചായപ്പൊടി ഇടുക. നിങ്ങൾ ഏതാ യൂസ് ചെയ്യുന്നത്, വീട്ടിൽ ഏതാ ബ്രാൻഡ് യൂസ് ചെയ്യുന്നത് അത് ഇടുക. നല്ല ക്വാളിറ്റിയിലെ ചായപ്പൊടി എടുത്താൽ നല്ല ടേസ്റ്റ് വ്യത്യാസം വരും, നല്ല ടേസ്റ്റുമാണ്. അത് നല്ല തിളച്ച് വരുമ്പോൾ കൂടുതൽ തിളച്ച് വരാനും പാടില്ല. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ആക്കിയ പഞ്ചസാരൻ്റെ മിക്സില്ലേ, അപ്പം പാലിൻ്റെയും പഞ്ചാരൻ്റെയും അതും കൂടി ചേർത്ത് കൊടുക്കുക ഇതിന് കൂടെ തന്നെ. അപ്പോൾ നല്ല ഒന്ന് തിളച്ച് വരും. ഇത് ഒന്നും കൂടി തിളച്ച് കഴിയുമ്പോഴേക്കാണ് ഞാനൊരു 1/2 കപ്പ് പാൽ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ഒരു അളവ്, ഒരു ചെറിയ ഗ്ലാസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പകുതിയാണ് എടുക്കേണ്ടത്. പാലും വെള്ളം പകുതിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടി പാൽ വേണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറക്കാം. അപ്പോൾ ഇത് നല്ലോണം മിക്സായി കഴിഞ്ഞാൽ ഈ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിള വരുമ്പം തന്നെ ഓഫാക്കിയിട്ട് ഇടുക. കൂടുതൽ തിളക്കുമ്പോൾ അതിൻ്റെ ചോയ ഇത് ചായപ്പൊടിൻ്റെ ചോയ കീഞ്ഞ് വരും. അപ്പോൾ ഒരു കുടിക്കാനൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, നന്ന് സ്ട്രോങ് ആയിപ്പോൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിള വരുമ്പം തന്നെ ഓഫാക്കാം. ഇത് ഞാനിപ്പോൾ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചായ റെഡി ആയിട്ടുണ്ട്. ഇത് മസാല ചായന്ന് നല്ല ടേസ്റ്റാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. പഞ്ചസാരൻ്റെ അളവ് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അത്ര പഞ്ചസാര വേണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. അന്നേരം പാലിൻ്റെ അളവ് 2 ടേബിൾ സ്പൂണാണ് ആദ്യം ചേർക്കുന്നത്, മിൽക്ക് മെയ്ഡിന് പകരം. മിൽക്ക് മെയ്ഡ് ആകുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. ഇത് 1 ഗ്ലാസിൻ്റെ അളവാണ്. ഇപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻസിൽ അറിയിക്കുക. ഓക്കെ.